തൃപ്പൂണിത്തുറ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ലിഡിയ ജേക്കബ് കൂടിയുണ്ട്. ലിഡിയ നമുക്കൊപ്പം ചേർന്നു. ലിഡിയ, അവിടെയും നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾ എന്താണ് പറയുന്നത്? ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിലാണ്. അതുപോലെ തന്നെ നമ്മളും ആവേശത്തിലാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ന് കപ്പടിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളുള്ളത്. തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിലാണ്. ഒരു സൈഡിൽ ഒരു ടൂർണമെന്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ നടക്കാറുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ആവേശം, ഇന്നത്തെ ആവേശം എന്ന് പറയുന്നത് ഒരു പടി കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ന് 7:30 നമ്മുടെ ചേട്ടന്മാർ കളത്തിലിറങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ ആവേശത്തിൽ കൂടിയാണ് ഇവിടെയുള്ള ആളുകളുള്ളത്. നമുക്ക് അവരോട് തന്നെ ചെയ്യുക. ചേട്ടാ, ഇന്ന് നമ്മുടെ ചേട്ടന്മാരടിക്കും? തീർച്ചയായിട്ടും അടിക്കും. ഇന്ന് ടീം ഇന്ത്യ എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് കപ്പ്. വലിയ ആവേശത്തിലാണ്. നമ്മുടെ സഞ്ജു ചേട്ടൻ ഇന്ന് ഇറങ്ങും എന്നുള്ളതാണോ? തീർച്ചയായിട്ടും സഞ്ജു ഇറങ്ങും. ഇപ്രാവശ്യം സെഞ്ചുറി അടിക്കുകയും ചെയ്യും. സഞ്ജു ചേട്ടൻ ഇന്ന് വീണ്ടും കത്തും. 2 മത്സരങ്ങളിൽ കത്തി അങ്ങ് എത്തിയിട്ടുണ്ട്. ഇന്നും വീണ്ടും കത്തും. നമുക്ക് 2 കളികളിൽ മിസ്സായ സഞ്ജുവിന്റെ സെഞ്ചുറി ഇന്ന് പൂർത്തീകരിച്ച് നമുക്ക് കപ്പടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അടിക്കും. സഞ്ജുവിന്റെ പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണോ? പിന്നല്ലാതെ വലിയ ആവേശമാണ്. എത്രത്തോളം ഉണ്ട്? ഫുൾ ആവേശമാണ്. 3ാം ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വലിയ ആവേശത്തിലാണ്. ചേട്ടാ, എത്രത്തോളം ഉണ്ട് ആവേശം? ജയത്തിന് കുറവ് വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കപ്പടിക്കും. 100%. അതിലൊരു ഡൗട്ടും വേണ്ട. സഞ്ജു ഇന്ന് വീണ്ടും തിളങ്ങും. സെഞ്ചുറി അടിക്കും സഞ്ജു 100 അല്ല, അതിന്റെ മേലെ അടിച്ചെങ്കിലുള്ളൂ. അതൊന്നും നമ്മൾ ജയിച്ചിരിക്കണം. സഞ്ജു കളിച്ചാലും കളിച്ചിട്ടും ഇന്ത്യ ജയിച്ചിരിക്കണം. ദാറ്റ് ഇസ് ദ പോയിന്റ്. അതാണ്, സഞ്ജു കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഇന്ത്യ ജയിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്, വലിയ പ്രാർത്ഥനയിൽ കൂടിയാണ്. പ്രത്യേകിച്ച് സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ടീം ഇന്ത്യ ഇന്ന് തിളങ്ങണം, കപ്പടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളത്. ചേട്ടാ, ഉഷാറല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ തകർത്തിരിക്കില്ലേ? പിന്നെ ഇന്ന് അഭിഷേക് ശർമ്മയും കൂടി അടിക്കട്ടെ. സഞ്ജു എന്തായാലും അടിക്കും, അഭിഷേക് ശർമ്മ അടിക്കും, കപ്പ് നമ്മൾ എടുക്കും. ബൂംറയും തിളങ്ങും. തകർത്തിരിക്കും. സൂപ്പർ. അത് തന്നെയാണ്. ബൂംറയും തിളങ്ങും, അഭിഷേക് ശർമ്മ തിളങ്ങും, അതുപോലെ തന്നെ സഞ്ജുവും തിളങ്ങും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് ക്രിക്കറ്റ് ആരാധകരുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.